പരസ്പരം നോക്കി നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള പുതിയൊരു വർഷം ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് നല്ലവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പരസ്പരം ഒന്ന് ക്ഷണിക്കാൻ കൊടുത്ത് കരം കോർത്ത് പിടിച്ച് ഹാപ്പി ന്യൂ ഇയർ നമുക്കൊന്ന് പറയാം. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാം. ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്കൊരു നിമിഷം സ്തുതിക്കാം. നല്ലവനായ ദൈവം ഈ പുതുവർഷത്തിന് ആവശ്യമായ ദൈവികമായ സന്ദേശം ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഴമായി പതിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നന്നായിട്ട് പുതുമയോടുകൂടി കഴിഞ്ഞ വർഷം കരം ഉയർത്തിയതുപോലെയല്ല ഈ വർഷം പുതുമയോടുകൂടി ഇരുകരം നന്നായി ഒന്ന് ഉയർത്തി ദൈവനാമത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കട്ടെ. സ്വാതന്ത്ര്യത്തെ സ്തുതിക്കട്ടെ. അല റബീഷ് 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 അല റബീഷ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മെ തന്നെ ആശീർവദിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരസ്പരം സ്തുതി കൊടുക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ എടുത്തു വെച്ച് ധ്യാനിക്കുക, ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അനവധിയായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പദ്ധതി ഇട്ടിട്ടുണ്ടാകാം. വ്യക്തിപരമായ നിരവധി പദ്ധതികൾ, കുടുംബപരമായി, സമൂഹപരമായി അനവധി പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം വചനത്തിൻ്റെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ, ഞാനും നിങ്ങളും ചെയ്യുന്നില്ല എങ്കിൽ ഈ വർഷം നമ്മൾ എന്തൊക്കെ പദ്ധതികൾ ഇട്ടോട്ടെ ആ പദ്ധതിയൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്തപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വചനം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം വചനം പറയുക, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. അതേത് കാര്യമാണ്? എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിക്കുന്നു. കരമുയർത്തി എന്ന് പറയാമോ? എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യം ഏത് വ്യക്തിക്ക്, ഏത് കുടുംബത്തിന്, ഏത് സമൂഹത്തിന് ചെയ്യുവാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ, ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ആ സമൂഹത്തിനും മാത്രമാണ് ഈ പുതിയ വർഷത്തിൽ ഏതൊക്കെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുവോ ആ നടപ്പിലാക്കാൻ ആവശ്യമായ ദൈവികമായ കൃപയും ദൈവികമായ അഭിഷേകം ലഭിക്കുകയുള്ളൂ. വിശ്വസിക്കുന്ന ഒരു കാര്യം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ജീവിതത്തിൽ ഓരോ വ്യക്തിയും മുന്നേറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആത്മീയ മേഖലയിലാണെങ്കിൽ ആത്മീയ മേഖല ഒരു മുന്നേറ്റം നമ്മളെല്ലാവരും കൊതിക്കുന്നുണ്ട്. ഭൗതികമായ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഭൗതികമായ മേഖലയിൽ ഒരു മുന്നേറ്റം കൊതിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആ മേഖലയിൽ ഒരു മുന്നേറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുക, ഏതൊരു വ്യക്തിക്കും പുതിയൊരു മുന്നേറ്റം കുറിക്കാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി എന്ത് ചെയ്യണം? മുന്നേറണം. പ്രൈസ് ദി ലോർഡ്. പരസ്പരം നോക്കി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? മുന്നേറണം. ഒന്ന് പറഞ്ഞ് മുന്നേറണം. ഒന്ന് കരം കൊടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യണം? മുന്നേറണം. പ്രിയമുള്ളവർ, കഴിഞ്ഞ വർഷവും മുന്നേറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആഗ്രഹിച്ചതല്ലാതെ ഒരല്പം പോലും ഒരു മേഖലയിലും ഒരു ഉയർച്ചയോ ഒരു മുന്നേറ്റമോ നമുക്ക് ലഭിച്ചിട്ടില്ല. പഠന മേഖലയിലാകാം, തൊഴിൽ മേഖലയിലാകാം, ആത്മീയ മേഖലയിലാകാം, സാമൂഹിക മേഖലയിലാകാം, മറ്റ് പ്രവർത്തനങ്ങളിലാകാം. എന്നാൽ ഈ പുതിയ വർഷത്തിൽ ദൈവം ഒരു മുന്നേറ്റം എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, പിന്നിലുള്ളവയെ ഒരു വ്യക്തി എന്ത് ചെയ്യണം? വിസ്മരിക്കണം. പിന്നിലുള്ളവയെ വിസ്മരിക്കാതെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലേക്ക്, നൊമ്പരത്തിൻ്റെ ഓരോരോ അസ്വസ്ഥതകളിലേക്ക്, ഭയത്തിലേക്കും ദുഃഖത്തിലേക്കും ഒരു വ്യക്തി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ,
ആ വ്യക്തിയുടെ ആ തിരിഞ്ഞുള്ള നോട്ടം ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുക, പിന്തിരിഞ്ഞ് നോക്കരുത്. മുൻപോട്ട് കുതിക്കണമെങ്കിൽ, മുന്നേറണമെങ്കിൽ നീ എന്ത് ചെയ്യണം? പിന്നോട്ട് നോക്കാൻ പാടില്ല. കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ, കഴിഞ്ഞ വർഷത്തിൻ്റെ നൊമ്പരങ്ങളിലേക്കും വേദനകളിലേക്കും അസ്വസ്ഥതകളിലേക്കും നീ നോക്കാൻ പാടില്ല. വലുതരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തി നിരസിക്കുമ്പോൾ അതിൻ്റെതായ അസ്വസ്ഥതകൾ ആ വ്യക്തി പ്രകടമാവും. 20 വർഷമായി മദ്യപിക്കുന്ന ഒരു വ്യക്തി ധ്യാന ശുശ്രൂഷയിൽ വന്നു, വചനത്തിന് അഭിഷേകം നിറഞ്ഞു, പരിശുദ്ധാത്മ നിറയപ്പെട്ടു. പ്രിയമുള്ളവർ, 20 വർഷമായ ഈ മദ്യപാനത്തിൻ്റെ ദുർഭീട, ആ തിന്മയുടെ ആ സ്വാധീനം ഈ വ്യക്തിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ പുതുമയുള്ള ദൈവികമായ അഭിഷേകമുള്ള ഒരു വ്യക്തിയായി സ്വന്തം ഭവനത്തിൽ ചെന്നു. അനുദിനം ബലിയർപ്പണത്തിന് പോകുന്നു, കുടുംബപ്രവർത്തനം സജീവമാക്കുന്നു, എല്ലാ ദിവസവും പ്രിയമുള്ളവരെ വചനം വായിക്കുന്നു. ആഴമായ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിച്ച ആ മനുഷ്യൻ 1-2 മാസം കഴിഞ്ഞ് ആ വ്യക്തി കഴിഞ്ഞ 20 വർഷമായി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മാസമായി ആ തിന്മ വ്യക്തി വിട്ടുപോയിട്ട് 2 മാസമായി മദ്യപിക്കാതിരിക്കുന്ന ആ മകൻ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 മാസം മുമ്പ് മദ്യപിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ മദ്യത്തിൻ്റെ നിറമോ ആ മദ്യക്കുപ്പിയോ അതിൻ്റെ ലേബലോ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ തന്നെ ആ വ്യക്തി ഛർദ്ദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ആ വ്യക്തിയിൽ നിന്ന് ആ തിന്മ എടുത്തു മാറ്റിയിട്ട്, ദൈവം ആ വ്യക്തിക്ക് പുതിയൊരു അഭിഷേകം കൊടുത്തിട്ട്, ആത്മീയമായ മേഖലയിൽ പുതിയൊരു മുന്നേറ്റം കർത്താവ് കൊടുത്തിട്ട്, വീണ്ടും ആ വ്യക്തിയിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ പഴയ തിന്മയിലേക്ക് ആ മകൻ തിരിഞ്ഞു നോക്കുന്ന അവസരത്തിൽ ആ തിരിഞ്ഞു നോട്ടം ആ വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിന് പോലും സഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. വിശ്വസിക്കുന്ന ഒരു കാര്യം ഉയർത്തിയെന്ന് പറയാമോ ഹല്ലേലൂയ എന്ന്? ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ എന്ന്? അവിടെ പ്രിയമുള്ള ഒരു പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം വചനം പറയുന്ന ആ വചനം ഈ പുതുവർഷത്തിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംശീകരിക്കാൻ സാധിക്കണം. പിന്നിലുള്ള നൊമ്പരങ്ങളെയും തകർച്ചകളെയും അസ്വസ്ഥതകളെയും വേദനകളെയും ഒരു വ്യക്തി എന്ത് ചെയ്യണം? വിസ്മരിക്കണം. ഒരിക്കലും കരം ഉയർത്തി പറയാമോ? സ്വരം ഉയർത്തി പറയാമോ? പിന്നിലുള്ളവയെ എന്ത് ചെയ്യണം? വിസ്മരിക്കണം. സ്വരം ഉയർത്തി പറഞ്ഞ് എന്ത് ചെയ്യണം? വിസ്മരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം ചില വ്യക്തികൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ അസ്വസ്ഥതകളെ ഓർത്ത് ദുഃഖിച്ച് ജീവിച്ചു. ഇനി പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ചില വ്യക്തികളും കുടുംബങ്ങളും ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ വർഷം ദുഃഖങ്ങളെ ഓർത്ത് ഈ വർഷവും നിരാശ ജീവിക്കാൻ. അതൊരു വചനം വ്യക്തമായി നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 19-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം വായിക്കുമ്പോൾ വചനം വ്യക്തമാക്കി തരികയാണ്. പാപം ചെയ്ത സോദോം ഗൊമോറ നഗരത്തെ ദൈവം നശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തി പറഞ്ഞു വിടുമ്പോൾ ദൈവദൂതൻ ലോത്തിനോട് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. നമുക്കറിയാം വചനഭാഗം. ഉൽപ്പത്തിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോയിക്കൊള്ളുക, പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ജീവൻ വേണമെങ്കിൽ ഓടിപ്പോയിക്കൊള്ളുക, എന്ത് ചെയ്യാൻ പാടില്ല? പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല. പല ജീവിതങ്ങളും പല കുടുംബങ്ങളും ജീവനറ്റ അവസ്ഥയിലാകാൻ കാരണം ഈ തിരിഞ്ഞു നോക്കം. കഴിഞ്ഞതിലേക്കും ദൈവ സുഖപ്പെടുത്തിയതിലേക്കും കഴിഞ്ഞുപോയ അസ്വസ്ഥതകളിലേക്കും ജീവിത പരാജയങ്ങളിലേക്കും ചില ദുഃഖ നഷ്ടങ്ങളിലേക്കും ഒരു വ്യക്തി തിരിഞ്ഞു നോക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുക? ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച അതേ അവസ്ഥ ആ വ്യക്തിക്ക് വന്നു ചേരുക, ആ കുടുംബത്തിന് വന്നു ചേരുക. നമുക്കറിയാം വചനം ധിക്കരിച്ച ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? തിരിഞ്ഞു നോക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം ആഹ്വാനം ചെയ്തു, മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് ലോത്തിൻ്റെ ഭാര്യ തൻ്റെ ജീവിതത്തിൻ്റെ പഴയ കാലഘട്ടങ്ങളിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറുകയാണ്, നിശ്ചലമായി മാറുകയാണ്, ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. പല ജീവിതങ്ങളുടെയും പല കുടുംബങ്ങളുടെയും ജീവൻ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പിന്തിരിഞ്ഞുള്ള നോട്ടമാണ്. അതുകൊണ്ട് വചനം പറയുന്നത്
എൻ്റെ നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം. പിന്തിരിഞ്ഞ് നോക്കാതെ പിന്നിലൂടെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ നോക്കിക്കൊണ്ട് ഒരു വ്യക്തി യാത്ര ചെയ്യുമ്പോൾ അത് ഈ പുതുപക്ഷത്തിൽ ഒരു ചെറിയ യാത്രയല്ല, ഒരു മുന്നേറ്റമായി മാറുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കരമടിച്ച് ദൈവനാമത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. നല്ലൊരു കൈഡി കൊടുക്കാം. നല്ലൊരു കൈഡി നമുക്ക് ദൈവത്തിന് കൊടുക്കാം. നല്ലൊരു കൈഡി ശക്തിയോടുകൂടി ഇരുകാരങ്ങൾ നന്നായിട്ട് നടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അതിശക്തമായൊരു മുന്നേറ്റം ദൈവ വ്യക്തി കൊടുക്കും. പ്രിയമുള്ളവരൊരു കുടുംബത്തിൽ ഏതാനും മാസം മുമ്പ് നടന്ന ഒരു അസ്വസ്ഥത, ഈ അസ്വസ്ഥത പരിഹരിക്കാൻ വേണ്ടി ചെന്നു അസ്വസ്ഥതയ്ക്ക് കാരണമായ വ്യക്തി വളരെ പരസ്യമായി മുട്ടുകുത്തി അതിനു വേണ്ടി ക്ഷമ ചോദിക്കുക. ആ വ്യക്തികളെല്ലാം തന്നെ ക്ഷമ കൊടുത്തു. 3-4 മാസം കഴിഞ്ഞ് ഈ അസ്വസ്ഥതയെ ഓർത്ത് ആ സമൂഹത്തിലെ ചില വ്യക്തികൾ വീണ്ടും അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമൂഹം മുഴുവനും 3-4 മാസം മുമ്പുള്ള അതേ അസ്വസ്ഥതകളിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അനേകം കുടുംബങ്ങളിലും അനേകം ജീവിതങ്ങളിലും ദൈവം എടുത്തു മാറ്റിയ പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് വീണ്ടും വീണ്ടും ചകഞ്ഞ് അത് വീണ്ടും ഒരു വ്യക്തി മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വിസ്മരിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് എന്താ? പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വചനം പറയുന്നത് ആ വ്യക്തിക്ക് ലഭിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വചനം പറയുക, നീ അമിതമായി ദുഃഖിക്കാൻ പാടില്ല. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ദുഃഖത്തിൻ്റെ ഗ്രേഡ് പോലും ദൈവം പറയുക, നീ അമിതമായൊരു ദുഃഖം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദുഃഖം എന്ന് പറയുന്നത് എന്താ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതോ ചില നഷ്ടം ഒരു വ്യക്തിക്ക് വരുമ്പോഴാണ് ആ വ്യക്തിക്ക് ദുഃഖമുണ്ടാകുക. സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ആ വ്യക്തിക്ക് ദുഃഖമുണ്ടാകുക. സൽപ്പേര് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു ദുഃഖമുണ്ടാകുക. രോഗം വരുമ്പോഴാണ് ആരോഗ്യമുള്ള വ്യക്തിക്ക് ദുഃഖമുണ്ടാകുക. പ്രിയമുള്ളവരെ, ഓരോ ദുഃഖവും ഓരോ നഷ്ടമാണ്. അതുകൊണ്ട് ദൈവവചനം പറയുക, പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നീ എന്ത് ചെയ്യാൻ പാടില്ല? അമിതമായി ദുഃഖിക്കാൻ പാടില്ല. അമിതമായൊരു ദുഃഖം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്നതല്ല. ആ വ്യക്തി പിന്തിരിഞ്ഞ് നോക്കി പഴയകാല അസ്വസ്ഥതകൾ വീണ്ടും മുൻപിലേക്ക് കൊണ്ടുവന്ന് അമിതമായ ദുഃഖത്തിലേക്ക് പോകുമ്പോൾ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവവചനം പറയുക, അമിതമായൊരു ദുഃഖം പാടില്ല. വീണ്ടും വചനം അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിന്നെ തന്നെ നീ എന്ത് ചെയ്യാൻ പാടില്ല? മനഃപൂർവ്വം പീഡിപ്പിക്കാൻ പാടില്ല. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയെ ബോധപൂർവ്വം പീഡിപ്പിക്കുക. ദൈവം തന്ന ദൈവികമായ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിന് ആത്മാവ് നൽകുന്ന പ്രത്യാശ, ഇതെല്ലാം ആ വ്യക്തി നഷ്ടപ്പെടുത്തി നിരാശയിലേക്കും ഉത്കണ്ഠയിലേക്കും നിരവധിയായ ഭയത്തിലേക്കും മടങ്ങിപ്പോകും എന്ന് ദൈവത്തിന് അറിയാമെന്നതുകൊണ്ട് ദൈവവചനം പറയുക, നീ അമിതമായി ദുഃഖിക്കാൻ പാടില്ല. നീ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുവാൻ പാടില്ല. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാമത്തെ വചനം പറയുക, നീ എന്ത് ചെയ്യണം? ദുഃഖം നീ അകറ്റണം. എന്നിട്ട് നിന്റെ ആത്മാവിന് എന്ത് കൊടുക്കണം? സന്തോഷം കൊടുക്കണം. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. സ്വരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞ് പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടത് സന്തോഷമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുക, നീ ദുഃഖം അകറ്റി നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണം. എന്നിട്ട് ദൈവം വീണ്ടും കൂട്ടിച്ചേർക്കുക, നിന്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. പലതും ചിന്തിച്ച് കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് വ്യഗ്രതയോടെ നടക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നില്ല. ആ വ്യക്തിയിൽ വസിക്കുന്ന അതിൽ കുടികൊള്ളുന്ന ദൈവം നൽകിയ ആ മനസ്സിനെ ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയിലുള്ള ദുഃഖം എന്ത് ചെയ്യണം? അത് അകറ്റി കളഞ്ഞിട്ട് ആത്മാവിന് ആശ്വാസം കൊടുക്കാൻ സാധിക്കണം. ഹൃദയത്തിന് സന്തോഷം കൊടുക്കാൻ സാധിക്കണം. എന്നിട്ട് അതേ വചനം കൂട്ടിച്ചേർക്കുകയാണ്, ദുഃഖം അനേകം വ്യക്തികളെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഒന്ന് പരസ്പരം നോക്കി ഒന്ന് ക്ഷയിക്കാൻ്റെ അടുത്ത് പറഞ്ഞ്, ദുഃഖം അനേകം പേരെ നശിപ്പിച്ചിട്ടുണ്ട്. കരമുയർത്തി എന്ന് പറഞ്ഞ്, ദുഃഖം അനേകം വ്യക്തികളെ നശിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ദുഃഖം അനേകം വ്യക്തികളെ മാത്രമല്ല, അനേകം കുടുംബങ്ങളെയും സമൂഹങ്ങളെയും പ്രിയമുള്ളവരെ നശിപ്പിച്ചിട്ടുണ്ട്.
ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ഒരു സമീപനം ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമുക്കൊരിക്കലും മുന്നേറാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുക, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അതെന്താണ്? നിഷ്പ്രയോജനമാണ്. ജീവിതത്തിൽ പിന്തിരിഞ്ഞ് നോക്കിയത് വഴി ഏതെങ്കിലുമായ ദുഃഖമോ നൊമ്പരമോ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ വന്നു ചേർന്നുവെങ്കിൽ അത് നിഷ്പ്രയോജനമാണ്. തിരിച്ചറിഞ്ഞെഴുതി ചെയ്യണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മിലുള്ള ദുഃഖത്തെ അകറ്റിക്കളഞ്ഞിട്ട് ആത്മാവിന് സന്തോഷം കൊടുക്കുവാനും മനസ്സിന് ആശ്വാസം കൊടുക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കണം. അവിടെ പിന്തിരിയുന്നൊരു സ്വഭാവം, കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പിന്തിരിയുന്നൊരു സ്വഭാവം എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മേഖല ഈ സമയം കർത്താവായ യേശുവിനെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇരു കാര്യങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. പുതുവർഷത്തിൽ പുതുമയോടുകൂടി ഇരു കാര്യങ്ങൾ നന്നായി നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ ശുശ്രൂഷയിൽ ആത്മീയമായി പങ്കുചേരുന്ന ഓരോ വ്യക്തിയും അവരായിരിക്കുന്ന സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ഇരു കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന, അതുവഴി കടന്നു വരുന്ന ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും എല്ലാ അരൂപികളും നമ്മിൽ നിന്ന് വിട്ടുപോകുന്ന അത്ഭുതമായ സമയമാണ്. ഇരു കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഓ ദൈവമേ, പിന്തിരിഞ്ഞ് നോക്കുന്ന മുറിവ്, അസ്വസ്ഥതകൾ, വേദനകൾ, ഈ മനോഭാവത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പുതു ചൈതന്യം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പുതിയൊരു അഭിഷേകം വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇരുകാരം ഉയർത്തി സ്വാതന്ത്ര്യത്തോടെ ശ്രദ്ധിക്കട്ടെ. പിന്തിരിയാനുള്ള സ്വാധീനം ആ ബന്ധനങ്ങളിൽ നിമിഷം വിട്ടുപോകട്ടെ. ബല 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 ഓരോ വ്യക്തിയും സ്വാതന്ത്ര്യത്തോടെ ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യത്തോടെ ശ്രദ്ധിക്കുക, ശക്തിയോടെ ശ്രദ്ധിക്കുക, സ്വരമുയർത്തി ശ്രദ്ധിക്കുക. പരസ്പരം കൈ കൊടുത്തെന്ന് പറയും, ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. പരസ്പരം നോക്കിയെന്ന് പുഞ്ചിരിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, പിന്തിരിഞ്ഞൊരു വ്യക്തി നോക്കാതിരിക്കുമ്പോൾ, ജീവിതത്തിന് കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ ദൈവം സുഖപ്പെടുത്തിയ മേഖലകളിലേക്ക് ഒരു വ്യക്തി പിന്തിരിയാതിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ പുതിയൊരു മനോഭാവം പരിശുദ്ധാത്മാവ് കൊടുക്കും. ദൈവത്തിന് ആത്മാവ് കൊടുക്കുന്ന ഈ പുതിയ മനോഭാവത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 17-18 വചനം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എത്രാം അധ്യായമാണ്? 15-ാം അധ്യായം. എത്രാമത്തെ വചനമാണ്? 17-18 വചനമാണ്. 17-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക. പ്രിയമുള്ളവരെ, അവന് സുബോധമുണ്ടായി എന്നാണ് വചനം പറയുക. അവനെന്തുണ്ടായി? ഒന്നുറക്കെ പറഞ്ഞേ, നല്ല സുബോധത്തോടെന്ന് പറഞ്ഞേ. അസുബോധമുണ്ടായി. പ്രൈസ് ലോർഡ്. ചേർന്ന് പറയാം, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുക, അവന് സുബോധമുണ്ടായി. ഏത് വ്യക്തിയാ? ആ വ്യക്തി ധൂർത്തപുത്രനാ. സകലം നഷ്ടപ്പെടുത്തി കളഞ്ഞവനാ. കിട്ടാൻ അർഹതയില്ലാതെ കൂടി ചോദിച്ചു വാങ്ങി അത് നഷ്ടപ്പെടുത്തി കളഞ്ഞവനാ. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പന്തിൻകൂട്ടിൽ അകപ്പെട്ട് തീരെ വിശന്ന് അസ്വസ്ഥപ്പെടുന്ന ആ സമയത്ത്, പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വചനം പറയുക, അവൻ എന്തുണ്ടായി? സുബോധമുണ്ടായി. ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരു വ്യക്തിക്ക് സുബോധം ഉണ്ടാവുകയില്ല. പക്ഷെ പന്നിക്കൂട്ടി കിടക്കുന്ന, സകലം നഷ്ടപ്പെടുത്തി കളഞ്ഞ, സകലം നഷ്ടപ്പെട്ടു പോയ പ്രിയമുള്ളവരെ, ധൂർത്തപുത്രൻ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് ആ വ്യക്തി തിരിഞ്ഞു നോക്കിയില്ല. അവൻ നഷ്ടപ്പെടുത്തിയ കാലഘട്ടങ്ങളിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ എന്ത് ചെയ്യുക? സുബോധമുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യാശ അവന് വന്നെന്നറിയുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുക, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. പ്രൈസ് ലോർഡ്. പിതാവിൻ്റെ മക്കളല്ല, പിതാവിൻ്റെ ജോലിക്കാർ, പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്ന ഞാൻ മകൻ ഇവിടെ ഈ പന്നിക്കൂട്ടയിൽ വിശന്ന് പൊരുകയാണ്. പ്രിയമുള്ളവരെ, ആ വ്യക്തി തീരുമാനമെടുക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ വചനം പറയുകയാണ്, അവന് തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ മുമ്പിൽ, ആ തീരുമാനത്തിൻ്റെ പിന്നിൽ, പ്രിയമുള്ളവരെ, ഒരു പ്രത്യാശ നമുക്ക് കാണാൻ സാധിക്കും. കരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, സ്വരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ധൂർത്തനായ ആ മകൻ എന്താണ് പറഞ്ഞത്? ഞാൻ എഴുന്നേറ്റ്
എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകും. പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരു വ്യക്തിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല. നിസ്സഹായപ്പെട്ടവിടെ ഇരിക്കാനേ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല നൊമ്പരങ്ങളും തകർച്ചകളിലേക്ക് ആ വ്യക്തി നോക്കാതെ ഈ ദിവസത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രിയമുള്ളവരെ എഴുന്നേൽക്കാൻ സാധിക്കും. അവിടെ ഏതൊക്കെ പ്രശ്നങ്ങളിലും ഏതൊക്കെ അസ്വസ്ഥതകളിലും കിടന്ന് അസ്വസ്ഥപ്പെടുന്ന ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഞാനും നീയും, ഈ ദിവസം ഈ നിമിഷം നമ്മൾ തീരുമാനമെടുക്കുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയോടുകൂടി ഈ വചനം വലത് കരം ഉയർത്തി നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ എഴുന്നേറ്റ്, ശക്തിയോടുകൂടി ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. വലത് കരം നന്നായി ഉയർത്തി പുതിയൊരു അഭിഷേകം, പുതിയൊരു പ്രത്യാശ ആ മനോഭാവത്തിൽ പറയുകയാണ്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളൊന്ന് ഉയർത്തി വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ധൂർത്തനായ മകന് എഴുന്നേൽക്കാൻ സാധിക്കണമെങ്കിൽ, എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ പിതാവ് തന്നെ സ്വീകരിക്കുമെന്ന പ്രത്യാശ, പിതാവ് തന്നോട് ക്ഷമിക്കുമെന്ന പ്രത്യാശ, പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹം കിട്ടുമെന്ന ആ പ്രത്യാശ ആ വ്യക്തിക്കുണ്ടായിരുന്നു. അടുപ്രിയമുള്ളവരെ, പിന്തിരിഞ്ഞ് നോക്കാത്തൊരു വ്യക്തിക്ക് ദൈവത്തിന് ആത്മാവ് കൊടുക്കുന്ന വളരെ പ്രത്യേകമായ ഒരു അഭിഷേകമാണ് പ്രത്യാശ. നന്നായിട്ട് പ്രത്യാശയോടെ ഇരു കരങ്ങളും നടിക്കാമോ? നല്ലൊരു കഴിച്ചൊക്കെ കൊടുക്കാമോ? ഒന്ന് പ്രത്യാശയോടെ കഴിക്കാം, നല്ല പ്രത്യാശയോടെ കഴിക്കാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ച് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിക്കൊന്ന് ക്ഷയിക്കാൻ കൊടുത്തുനിന്ന് പ്രത്യാശയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന് ആത്മാവ് കൊടുക്കുന്ന പ്രത്യാശയാകുന്ന അഭിഷേകം വന്ന് നിറയണം. ഈ അഭിഷേകം ഒരു വ്യക്തി കിട്ടി കഴിയുമ്പോൾ ആ വ്യക്തി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ കിടന്നട്ടം പ്രിയമുള്ളവരൊന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് പുതുവർഷത്തിൽ ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ പറയാൻ സാധിക്കണം, കുടുംബത്തിൽ പറയാൻ സാധിക്കണം, സമൂഹത്തിൽ പറയാൻ സാധിക്കണം, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമെന്ന്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്ന്. വീണ്ടും സംഖ്യയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തെ, പ്രിയമുള്ളവരെ, പാലും തേനും ഒഴുകുന്ന കാനാൻ ലക്ഷ്യമാക്കി അവരെ യാത്രയാക്കുമ്പോൾ കൊണ്ടുപോകുമ്പോൾ അവരെ നയിക്കുന്ന അവസരത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തിനെതിരായിട്ട്, മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കുകയാണ്. ദൈവത്തിനെതിരായിട്ട്, മോശയ്ക്കെതിരായിട്ട് പിറുപിറുത്ത ഇസ്രായേൽ ജനത്തിനെ ശിക്ഷിക്കുവാൻ വേണ്ടി ദൈവം ആഗ്നേയ സർപ്പങ്ങളെ ഈ മരുഭൂമിയിലേക്ക് അയക്കുകയാണ്. ആഗ്നേയ സർപ്പങ്ങളുടെ ദർശനമേറ്റ ഈ ഇസ്രായേൽ മക്കൾ അനേകം പേർ മരുഭൂമിയിൽ മരിച്ചു വീഴുകയാണ്. പ്രിയമുള്ള ഈ മരിച്ചു വീഴുന്ന അസ്വസ്ഥതയിൽ ഇസ്രായേൽ ജനം തങ്ങൾ തെറ്റ് മനസ്സിലാക്കി പാപം തിരിച്ചറിഞ്ഞ് മോശയുടെ അടുക്ക് വന്ന് ഇപ്രകാരം പറയുന്ന ഒരു വചനഭാഗമുണ്ട്. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങൾക്ക് മാപ്പ് ലഭിക്കണം. അതുകൊണ്ട് മോശ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിച്ച് ആഗ്നേയ സർപ്പങ്ങളെ പിൻവലിക്കണം. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ, പിതാവായ ദൈവം മോശയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ ആ മരുഭൂമിയിൽ ആ പിച്ചള സർപ്പത്തെ എന്ത് ചെയ്യണം? ഉയർത്തി നിർത്തണം. കാരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന സ്വരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന. എന്നിട്ട് പിതാവായ ദൈവം പറഞ്ഞു, ആഗ്നേയ സർപ്പങ്ങൾ ദംശമേക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് ജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ എന്ത് ചെയ്യണം? മരുഭൂമിയിൽ ഉയർത്തി നിർത്തിയ ആ പിച്ചള സർപ്പത്തേക്ക് അവർ നോക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അനവധി പ്രശ്നം അവർക്കുണ്ട്. ആഗ്നേയ സർപ്പങ്ങൾ ദൈവം പിൻവലിച്ചിട്ടില്ല.
അതിന് അസ്വസ്ഥതയുണ്ട്. ദേവസ്വം ഏറ്റുവാങ്ങുന്ന വ്യക്തികളുണ്ട്. ചില വ്യക്തികൾ മരിച്ചു വീഴുന്നുണ്ട്. ചില അസ്വസ്ഥതകൾ, വലിയ വലിയ പ്രശ്നങ്ങൾ. പക്ഷേ അവരെന്ത് ചെയ്തു? പ്രത്യാശയോടെ ദൈവം നൽകിയ ആ വചനത്തിൽ പ്രത്യാശയോടെ വിശ്വസിച്ച് മോശ വടിയിൽ ഉയർത്തി നിർത്തിയ ആ പിച്ചള സർപ്പത്തിലേക്ക് സർപ്പദംശനമേറ്റവർ നോക്കി. നോക്കിയവർക്ക് വചനം പറയുക, ജീവൻ ലഭിക്കുക. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഇന്ന് ഞാനും നിങ്ങളും നിങ്ങളുടെ ഭവനത്തിലാകാം, മുറിയിലാകാം, തിരുഗത രൂപത്തിന് മുമ്പിലോ പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപത്തിന് മുമ്പിലോ ജപമാല ചെല്ലാനോ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കോ മുട്ടുകുത്തി കരമുയർത്തുമ്പോൾ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രത്യാശയോടുകൂടി ഈശോയെ നോക്കാൻ സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ജീവൻ ലഭിക്കുന്ന അഭിഷേകം വെളിപ്പെടുന്ന വലിയ വലിയ മുഹൂർത്തങ്ങളിലേക്ക്, അഭിഷേകത്തിലേക്ക് പിതാവായ ദൈവം നമ്മെ എടുത്തുയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമായിലെ സഭയ്ക്ക് ലേഖനം 5-ാം അധ്യായം 5-ാം വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, പ്രത്യാശ നമ്മെ എന്താക്കി മാറ്റുന്നില്ല? നിരാശരാക്കി മാറ്റുന്നില്ല. പരസ്പരം നോക്കിയെന്ന് പറഞ്ഞ് പ്രത്യാശ നമ്മെ നിരാശരാക്കി മാറ്റുന്നില്ല. ഒന്ന് ഷെയ്ഖാൻ്റെ അടുത്ത് പറഞ്ഞ് പ്രത്യാശ നമ്മെ നിരാശരാക്കി മാറ്റുന്നില്ല. ഒന്നുകൂടി ഉറക്കം പറഞ്ഞ് പ്രത്യാശ നമ്മെ നിരാശരാക്കി മാറ്റുന്നില്ല. വലുതിരം ഉയർത്തി പറഞ്ഞ് പ്രത്യാശ നമ്മെ നിരാശരാക്കി മാറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും കിടക്കുന്ന വ്യക്തിക്ക്, അസ്വസ്ഥയിൽ കഴിയുന്ന വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, സമൂഹത്തിന്, പ്രിയമുള്ളവരെ, ആ പ്രശ്നങ്ങളിൽ നിന്ന് ആ വ്യക്തി കണ്ണുയർത്താൻ ആഗ്രഹിച്ചു കഴിയുമ്പോൾ നല്ലവനായ ദൈവം ആ വ്യക്തിക്കും ആ സമൂഹത്തിനും ആ കുടുംബത്തിനും കൊടുക്കുന്ന അഭിഷേകമാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ വർഷത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് ഈ പ്രത്യാശയുടെ അഭിഷേകമാണ്. കഴിഞ്ഞ വർഷം നിരാശയുടെ ഒരു വർഷമായി മാറാൻ കാരണം ഈ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അവിടെ ഈ പുതുവർഷത്തിൽ എൻ്റെ ദൈവമേ, പ്രത്യാശയോടുകൂടി ഞാൻ ജീവിക്കും എന്നൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. 29-ാമത്തെ വയസ്സിൽ വിവാഹ ആലോചന തുടങ്ങിയ ഒരു പെൺകുട്ടിയെ അറിയാം. 29-ാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി വിവാഹ ആലോചന തുടങ്ങിയത്. പ്രിയമുള്ള, ഏതാനും മാസം മുമ്പ് ആ പെൺകുട്ടിയെ പരിചയപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് 39 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത ആ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയ ദുഃഖമോ അസ്വസ്ഥതയോ നിരാശയോ ഒന്നുമില്ല. വിവാഹം നടക്കാത്തതിനെ ഓർത്ത് എനിക്ക് യാതൊരു അസ്വസ്ഥതയില്ല. തക്ക സമയത്ത് എൻ്റെ ദൈവ മാതാപിതാക്കൾ വഴി അതൊരു അനുഗ്രഹമായി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. 10 വർഷമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ ആലോചന നടത്തുന്ന ഒരു പെൺകുട്ടി 10 വർഷമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിൻ്റെ ആ നൊമ്പരമോ ആ വേദനയോ ആ ദുഃഖമോ ആ നിരാശയോ ഉത്കണ്ഠയോ ഒന്നും ആ പെൺകുട്ടിയുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല. ആ പെൺകുട്ടി പറയുകയാണ്, എനിക്ക് അസ്വസ്ഥതയില്ല, ദൈവം എന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആ പെൺകുട്ടി അത് പറഞ്ഞ് 2-3 മാസം, ഏതാനും മാസം പിന്നിട്ട് കഴിഞ്ഞ് വന്ന് പറഞ്ഞു, അച്ഛാ, അടുത്ത മാസം എൻ്റെ വിവാഹമാണ്. 10 വർഷം നീണ്ട ആ വിവാഹ മേഖലയിലെ ആ തടസ്സം ദൈവം എടുത്തു മാറ്റും, ദൈവം അനുഗ്രഹിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ ഓർത്ത് നിരാശപ്പെടാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ സാധിച്ചത് പ്രത്യാശ എന്ന് പറയുന്ന അഭിഷേക ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചതുകൊണ്ടാണ്. നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഇരുകാരം ഉയർത്തി അടിക്കാം, ഇരുകാരം ഒന്ന് ഉയർത്തി അടിക്കാമോ? ഇരുകാരം ഉയർത്തി നല്ലൊരു കൈ കൊടുക്കും, നല്ലൊരു കൈയുടെ ശക്തിയോടുകൂടെ, ശക്തിയോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറയാം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലുതരം ഉയർത്തി പറഞ്ഞ് പ്രത്യാശയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഒരിക്കലും പറഞ്ഞ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഒരു വ്യക്തി പിന്തിരിയാതെ വരുമ്പോൾ, പിന്തിരിഞ്ഞ് നോക്കാതെ വരുമ്പോൾ, ആ അസ്വസ്ഥതയെ ആ വ്യക്തി അവഗണിച്ച് കഴിയുമ്പോൾ ദൈവം നൽകുന്ന പ്രത്യാശയുടെ അഭിഷേകത്തിൽ ആ വ്യക്തി ജീവിതം ആരംഭിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മുന്നേറാൻ തുടങ്ങും. ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടതുപോലെ
പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് ആ വ്യക്തി പിമ്പിലുള്ളവയെ വിസ്മരിച്ചിട്ട് പ്രത്യാശയുടെ ഒരു അഭിഷേകത്തിലേക്ക് വന്ന് പ്രവേശിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രത്യാശ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ആ വ്യക്തിയിൽ വരുന്ന മൂന്നാമതൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെക്കുറിച്ചാണ് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വചനം പറയുക. ഒരു വ്യക്തി പ്രത്യാശയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലേക്കോ അസ്വസ്ഥതകളിലേക്കോ ശ്രദ്ധിക്കാതെ വരുമ്പോൾ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വചനം പറയുക, തന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് യേശുവിൽ ഒരു വ്യക്തി വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി യേശു നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനമാണ്. അവിടെ വചനം പറയുക, അവൻ തന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തി അവൻ നടന്ന അതേ വഴിയിലൂടെ തന്നെ എന്ത് ചെയ്യണം? നടക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് പരസ്പരം നോക്കി പറഞ്ഞ്, എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഒന്നുറക്കെ പറഞ്ഞ്, നടക്കേണ്ടിയിരിക്കുന്നു. ഞാനും നീയും യേശു വസിക്കുന്നൊരു വ്യക്തിയാണ്, ഒരു കുടുംബമാണ്, ഒരു സമൂഹമാണ് എന്നീ പൊതുപക്ഷത്തിൽ പറയുന്നുവെങ്കിൽ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം പ്രിയമുള്ള 2-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുകയാണ്, യേശു നടന്ന അതേ വഴിയിലൂടെ ഞാനും നീയും നടക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള, യേശു നടന്ന വഴി ഏതാ? കർത്താവ് യേശു നടന്ന ആ വഴി ഏതാന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട്. കരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ എന്ന്, ഒന്നുകൂടി വിശ്വസിച്ച് പറഞ്ഞ ഹല്ലേലൂയ എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാമത്തെ വചനം വായിക്കുമ്പോൾ യേശു നടന്ന അതേ വഴി ഏതാന്നുള്ളത് വചനം തമ്മിൽ പഠിപ്പിക്കുക. പ്രിയമുള്ള, അവിടെ വചനം പറയുക, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. അവിടെ വചനം പറയുക, കർത്താവായ യേശു പറയുക, നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ വഴികൾക്ക്, നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ വഴികളിലൂടെ ചിതറിക്കപ്പെടും. എന്നിട്ട് കർത്താവായ യേശു പറയുക, നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ വഴികളിലൂടെ ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായിട്ട് വിട്ടിട്ട് പോവുകയും ചെയ്യുന്ന സമയം വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശു പറയുകയാണ്, ആ സമയം വരുന്നു എന്നല്ല പറഞ്ഞത്, അതാ ആ സമയം വന്നു കഴിഞ്ഞു എന്നാണ്. ഓരോ വ്യക്തിയും യേശുവിന് പിന്നാലെയുള്ള, യേശുവിന് കൂടെയുള്ള ഓരോ വ്യക്തിയും തങ്ങളുടെ പ്രശ്നങ്ങൾ വഴി, അസ്വസ്ഥതകൾ വഴി പ്രിയമുള്ളവരെ ചിതറിക്കപ്പെടും. അവരെ യേശുവിനെ വിട്ടിട്ട് പോകും, അവരെ യേശുവിനെ ഏകനായി ഉപേക്ഷിച്ചിട്ട് പോകും. എന്നിട്ട് യേശു പറയും, ആ സമയം വന്നു. എന്നിട്ട് യേശു തുടർന്ന് പറയുന്ന ഒരു വചനഭാഗമുണ്ട്, എന്നാലും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരം ഉയർത്തി പറഞ്ഞ്, ആരെൻ്റെ കൂടെയുണ്ട്? ഒന്നുറക്കെ പറയാമോ? ആരെൻ്റെ കൂടെയുണ്ട്? ഒരിക്കലും പറയാം, ആരെൻ്റെ കൂടെയുണ്ട്? എൻ്റെ പിതാവിൻ്റെ കൂടെയുണ്ട്. ഒറ്റപ്പെട്ടു പോയൊരു അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകാൻ കാരണം കർത്താവായ യേശുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് അനേകം ജീവിതങ്ങൾ ജീവിതങ്ങളായി ഈ കാലഘട്ടത്തിൽ മാറുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവം, ഏകാന്തത അനുഭവം അവരെ പിടികൂടുന്നുവെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 16:32 അഭിഷേകം ആ വ്യക്തികളിൽ വെളിപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശു പറയുക, തങ്ങളുടെ വഴികളിലേക്ക് നിങ്ങൾ ചിതറിക്കപ്പെടും, എന്നെ ഏകനായി വിട്ടുപോകും. ആ സമയം വന്നു കഴിഞ്ഞു, എന്നാലും ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി ഉറപ്പിച്ചു നിർത്തേണ്ട അതിശക്തമായ ഒരു ചിന്തയാണ്, ഒരു ബോധ്യമാണ്, ഒരു സന്ദേശമാണ്, പിതാവായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിരു കരങ്ങൾ അടിച്ചുകൊണ്ട് ഉള്ളിനുള്ളിൽ പറയാമോ, എൻ്റെ പിതാവിൻ്റെ കൂടെയുണ്ട് എന്ന്? എൻ്റെ ദൈവൻ്റെ കൂടെയുണ്ടെന്ന് പറയാമോ? എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ടെന്ന് പറയാമോ? പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ടെന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്.
ഏത് വ്യക്തിക്ക് ഈ ചിന്ത ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നുവോ, ഈ ചിന്തയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ, ആ വ്യക്തിയുടെ ജീവിതം പാഴ്ജീവിതമായി മാറിയില്ല. ഈ പുതുവർഷത്തിൽ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും വിടുതലിൻ്റെയും ഒരു വർഷമായി മാറും. വിശ്വസിക്കുന്നവരെ വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിനുണ്ടായിരുന്ന ഇതേ മനോഭാവം യേശുവിന് പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്കും അത് ലഭിക്കുക. ആരൊക്കെ ഇട്ടിട്ട് പൊക്കോട്ടെ, ആരൊക്കെ ഉപേക്ഷിച്ചോട്ടെ, ആരൊക്കെ മാറി നിന്നോട്ടെ, പ്രിയമുള്ളവരെ, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സഹായത്തിനുണ്ട്, എൻ്റെ പിന്നാലെയുണ്ട്, എൻ്റെ കൂടെ ജീവിക്കുന്നു എന്ന ശക്തമായ ബോധ്യം കർത്താവായ യേശുവിനുണ്ടായിരുന്ന ഇതേ മനോഭാവം, ഇതേ അഭിഷേകം യേശുവിന് പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് ലഭിക്കുക. പൗലോസ് അപ്പസ്തോലൻ തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അത് 4-ാമത്തെ അധ്യായം 16-17 വചനം വളരെ ശ്രദ്ധേയമാണ്. പൗലോസ് അപ്പസ്തോലൻ തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 വചനം വളരെ ശ്രദ്ധേയമാണ്. ആ വചനം ഇപ്രകാരമാണ് പറയുക. പൗലോസ് അപ്പസ്തോലൻ പറയുക, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എന്നിട്ട് പൗലോസ് അപ്പസ്തോലൻ കൂട്ടിച്ചേർക്കുക, എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പറഞ്ഞ് എന്നാൽ, ഉറക്കം പറഞ്ഞ് എന്നാൽ, ശക്തിയോടെ പറഞ്ഞ് എന്നാൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്വരമുയർത്തി പറയാം, എന്നാൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കരമുയർത്തി ഒരിക്കലും പറയാണ്, എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന ആ തിരിച്ചറിവ് കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് പോലെ അതേ അഭിഷേകം, അതേ തിരിച്ചറിവ്, അതേ ബോധ്യം പ്രിയമുള്ളവരെ യേശുവിന് പ്രിയപ്പെട്ട അപ്പസ്തോലന്മാർക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ ഇപ്രകാരം പറയുക. തിമോഥിക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-17 വചനം നമ്മൾ വായിച്ചു കേട്ട്, പ്രിയമുള്ളവരെ, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചോട്ടെ, ആരൊക്കെ എൻ്റെ നിന്ന് മാറിക്കോട്ടെ, ആരൊക്കെ എൻ്റെ ഭാഗത്തില്ലാതെ ആയിക്കോട്ടെ, എന്നാൽ ആരെൻ്റെ കൂടെയുണ്ട്? ദൈവം എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു അഭിഷേകം, ഈ ഒരു തിരിച്ചറിവ് ഈ പുതുവർഷത്തിൽ ഏത് വ്യക്തിക്ക്, ഏത് കുടുംബത്തിന്, ഏത് സമൂഹത്തിന് ലഭിക്കുന്നുവോ ആ ജീവിതവും ആ കുടുംബവും ആ സമൂഹവും അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ജീവിതമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള ഈ തിരിച്ചറിവ് വിശുദ്ധനായ അനേകം വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതം മുഴുവൻ പാഴ്ജീവിതമായി മാറിയ, പാപത്തിൻ്റെ ജീവിതത്തിലൂടെ മാത്രം യാത്ര ചെയ്ത വിശുദ്ധ അഗസ്റ്റിൻ, ദൈവം കൂടിയുള്ള തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ അതുവഴി സംഭവിക്കുക. ആ മനുഷ്യൻ വന്ന മാറ്റം പ്രിയമുള്ളവരെ ഒരു വിശുദ്ധ പദവിയിലേക്ക് ആ വ്യക്തിയെ ഉയർത്തുകയാണ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ആണ് ഈ ശുശ്രൂഷ ഈ ദിവസം പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്കോ കഴിഞ്ഞ വർഷത്തിലേക്കോ പിന്തിരിഞ്ഞ് നോക്കുവാൻ ഭയപ്പെടുന്നുവെങ്കിൽ, പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അത് നിറയെ അസ്വസ്ഥതയും ഭാരവും വേദനയും നൊമ്പരവും കണ്ണുനീരുമാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, നല്ലവനായ ദൈവം പറയുക, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. നിൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. കരമുയർത്തി പറഞ്ഞ് എൻ്റെ കൂടെ ആരുണ്ട്? ഉറക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ചിന്ത ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ആരായി മാറുക? പാപജീവിതത്തിൽ നിന്ന് വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഇരുകരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇരുകരം അടിച്ച് ശക്തിയോട് കൂടി കൈയടിക്കാം, ശക്തിയോട് കൂടി കൈയടിക്കാം. നല്ലൊരു കടിയസ് വയ്ക്കാം, നല്ലൊരു കടിയസ് വയ്ക്ക് കൊടുക്കാം. ശക്തിയോട് കൂടി ഇരുകരം ഉയർത്തി ഒന്ന് കൈയടിക്കുക. ഇരുകരം ഉയർത്തി ഒന്ന് കരങ്ങൾ അടിക്കുകയാണ്. ഇരുകരം ഉയർത്തി ഒന്ന് കൈയടിക്കുകയാണ്. ഇരുകരം ഉയർത്തി ഒന്ന് കൈയടിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ്റെ ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനം ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു,
എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്യുക. അതേത് കാര്യമാണ്? പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിക്കുക. പിന്നിലുള്ള വേദനകളെ, നൊമ്പരങ്ങളെ, തകർച്ചകളെ ഞാൻ വിസ്മരിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുക? മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കുക. അപ്പോൾ എനിക്കെന്ത് സംഭവിക്കുക? മുന്നേറാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കിട്ടുന്ന അസ്വസ്ഥതകളും നൊമ്പരങ്ങളും ഈ ദിവസം കർത്താവിനെ സമർപ്പിച്ച് ആ മേഖലയിൽ ഒരു വ്യക്തി വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ, പുതിയ അഭിഷേകമായി പരിശുദ്ധാത്മാവ് വ്യക്തിക്ക് പ്രത്യാശ കൊടുത്തു കഴിയുമ്പോൾ, പ്രത്യാശയിൽ വ്യക്തി നിന്ന് കഴിയുമ്പോൾ, ആ വ്യക്തി വസിക്കുന്ന നല്ലവനായ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുക. കൂടെ വസിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുക. തിരിച്ചറിയുന്ന ആ ദൈവം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ ജീവിതത്തിൽ ഏതൊക്കെ തകർച്ചകളോ, ഏതൊക്കെ നൊമ്പരങ്ങളോ, ഏതൊക്കെ അസ്വസ്ഥതകളോ, ഏതൊക്കെ ഭാരങ്ങളോ, എന്തൊക്കെ ഒറ്റപ്പെടലോ, ഏതൊക്കെ തകർച്ചകളോ വന്നോട്ടെ, ആ വ്യക്തിക്ക് ഒരു അസ്വസ്ഥതയില്ല. ആ വ്യക്തിയുടെ മുഖം വാടുകയില്ല. സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കും. മനുഷ്യ സ്നേഹത്തിന് വേണ്ടി നെട്ടോട്ടം ഓടാൻ കാരണം പ്രിയമുള്ളവരെ പ്രശ്നങ്ങളിൽ കടന്നുകൊണ്ടാണ്. പക്ഷേ ദൈവം ആ വ്യക്തിയെ സ്പർശിച്ച് കഴിഞ്ഞപ്പോൾ, പ്രത്യാശ വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ആ വ്യക്തി കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ വ്യക്തി ആരായിട്ട് മാറി? പട്ടണത്തിലേക്ക് ഓടുകയാണ്. യേശുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറുകയാണ്. കാര്യം ഉയർത്തി അഭിമാനത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഈ വിശ്വാസ വർഷത്തിൽ ഒരു വ്യക്തിയും ഒരു കുടുംബവും പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രത്യാശ കൊണ്ട് നിറയപ്പെട്ട് കഴിയുമ്പോൾ, കൂടെയുള്ള കുടുംബത്തെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ഈ വിശ്വാസ വർഷത്തിൽ സമറിയാക്കാരി സ്ത്രീ ഓടിയതുപോലെ അനേകം ജീവിതങ്ങളിലേക്ക് ഓടാൻ, അനേകം ജീവിതങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കാനുള്ള അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിക്ക് നൽകും. അതുകൊണ്ട് ഒരു വ്യക്തിയും വിശ്വാസം തന്നെ വന്ന് നിറയണമെങ്കിൽ, ഈ അഭിഷേകം വന്ന് നിറയണമെങ്കിൽ, കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, പഴയകാല ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെയും അസ്വസ്ഥതകളെയും പാട് വിസ്മരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കണം. ഒരു കൂടി കരമുയർത്തി എന്ന് പറയാം ഹല്ലേലൂയ എന്ന്, ശക്തിയോട് കൂടി പറയാം ഹല്ലേലൂയ എന്ന്, ഉണർവോട് കൂടി പറയാം ഹല്ലേലൂയ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 വർഷം മുമ്പ് മകൾ മരിച്ച ഒരു കുടുംബം, 2 വർഷമായി ഒരു വാഹനാപകടത്തിൽ മകൾ മരിച്ചു. ആ 2 വർഷം മുമ്പ് മരിച്ച ആ മകളുടെ കാര്യം 2 വർഷം കഴിഞ്ഞ് വീണ്ടും ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് അമ്മ ഓർക്കുന്ന അവസരത്തിൽ അമ്മയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അമ്മ വാവിട്ട് നിലവിളിക്കുക. പ്രിയമുള്ളവർ ആ സ്ത്രീയോട് പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു, ഇത് ദൈവം കൂടെയുള്ള ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കാത്തതുകൊണ്ട്. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ ഈ മേഖലയെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും, കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോൾ, ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു മനോഭാവം ജീവിതത്തിൽ വന്നറിയുമ്പോൾ, നഷ്ടപ്പെട്ടു പോയ ആ വലുതെന്താണോ, ആ നഷ്ടപ്പെട്ടു പോയ മകൾ എന്താണോ, അതിനേക്കാൾ വലുത് ദൈവം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മകളെ ദൈവത്തിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ദൈവമുണ്ടെന്ന തിരിച്ചറിവിലേക്ക് പ്രവേശിക്കണമെന്ന് ആ വ്യക്തിയോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ആ വ്യക്തി, ദൈവം ആ വ്യക്തിക്കൂടെ വന്ന് വസിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ അഭിഷേകത്തെ നിറയാൻ വേണ്ടി ഏതാനും സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു അഭിഷേകത്തിലേക്ക് നിറയപ്പെട്ടിട്ട് ആ വ്യക്തി പറയുക, ഇപ്പോൾ 2 വർഷം മുമ്പ് എന്നിൽ നിന്നും കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയ മകളെ ഓർത്തുള്ള അസ്വസ്ഥത, ആ ഭാരം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്ന ഒരു വ്യക്തി ഏതൊക്കെ അസ്വസ്ഥതകൾ വരുന്നുവോ അസ്വസ്ഥതകളെ മാത്രമാണ് ചിന്തിക്കുകയുള്ളൂ, അതിനാണ് മുൻഗണന കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ വ്യക്തിയിലേക്ക് പ്രത്യാശ നിറയുകയില്ല. അസ്വസ്ഥ വ്യക്തിയിൽ വീണ്ടും വീണ്ടും നിറയപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൂടെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുമ്പോൾ എന്നിലും നിന്നിലൂടെ ഈ വിശ്വാസ വർഷത്തിൽ ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയും തുറക്കപ്പെടുകയാണ്. കാര്യം ഉയർത്തി പറയാം ഹല്ലേലൂയ എന്ന്, സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ എന്ന്, ശക്തിയോടുകൂടി പറയാം ഹല്ലേലൂയ എന്ന്, അല്പം ഉറവോടുകൂടി പറയാം ഹല്ലേലൂയ എന്ന്. അവിടെ ഏതൊക്കെ മേഖലയിൽ ഈ പുതിയ വർഷത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ഇട്ടിട്ടുണ്ടോ? ആത്മീയമായ മേഖലയിൽ പുതിയ പുതിയ പദ്ധതികൾ ഇട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭൗതികമായ മേഖലയിൽ പുതിയ പുതിയ പദ്ധതികൾ ഇട്ടിട്ടുണ്ടോ? പഠന മേഖലയിൽ, കാർഷിക മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, ബിസിനസ്സിൻ്റെ മേഖലയിൽ പുതിയ പുതിയ പദ്ധതികൾ ഇട്ടിട്ടുണ്ടോ? ആ പദ്ധതികളിൽ ഒരു വ്യക്തിക്ക് മുന്നേറാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും അഭിഷേകവും കിട്ടണമെങ്കിൽ ആ വ്യക്തിയുടെ പിന്നിലുള്ളവയെ ബോധപൂർവം വിസ്മരിക്കണം. പ്രത്യാശയോടെ വ്യക്തി ജീവിക്കണം. പിതാവായ ദൈവത്തിൻ്റെ കൂടെയുള്ള ആ അഭിഷേകം കൊണ്ട് ഒരു വ്യക്തിക്ക് നിറയാൻ സാധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെയും
അഭിഷേകത്തിൻ്റെയും ജീവിതമായി മാറ്റപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇരു കരങ്ങൾ നമുക്ക് ഒരു നിമിഷം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നല്ലവനായ ദൈവം രാത്രിയുടെ ഈ യാമങ്ങളിൽ നമ്മയുടെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയും ആയിരിക്കുന്ന സമയം വീണ്ടും വീണ്ടും പഴയതിലേക്ക് പിന്തിരിയാനുള്ള അതിശക്തമായ ഒരു പ്രലോഭനമോ ഒരു ചിന്തയോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം വചനത്തിന് അഭിഷേകം വഴി ആ ചിന്തയും ആ അസ്വസ്ഥയും നമ്മിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓ നല്ലവനായ ദൈവമേ, പഴയകാല അസ്വസ്ഥതകൾ, നൊമ്പരങ്ങൾ എൻ്റെ ജീവിതത്തിൽ എടുത്തു മാറ്റി പുതിയൊരു അഭിഷേകത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തിയും ഈ നിമിഷം ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഈ പ്രാർത്ഥനയോട് മൗനമായി പങ്കുചേരട്ടെ. എന്നെ ഭാരപ്പെടുത്തുകയും പിന്നിലേക്ക് വീണ്ടും വീണ്ടും എത്തിനോക്കാൻ പ്രേരിപ്പിക്കുന്ന അസ്വസ്ഥതകൾ, ഭാരങ്ങൾ ഏതൊക്കെയാണ്? അത് ചില തകർച്ചകളാണോ, ദുഃഖങ്ങളാണോ, നൊമ്പരങ്ങളാണോ, ഏതാ? അത് വീണ്ടും വീണ്ടും ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. ആ മേഖലയിൽ പ്രത്യാശയുടെ പുതിയ അഭിഷേകം വന്നു നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ എൻ്റെ ദൈവമേ, നല്ല ദൈവമേ, പ്രത്യാശയുടെ അഭിഷേകം വന്നു നിറയാൻ ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ വന്നു നിറയട്ടെ, യേശു വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-18 വചനം വായിക്കുമ്പോൾ പ്രിയമുള്ള നമുക്ക് അവിടെ കാണാൻ സാധിക്കും, അവന് സുബോധമുണ്ടായി. പ്രശ്നത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് സുബോധമുണ്ടാവുകയില്ല. പക്ഷെ പ്രശ്നത്തിലേക്ക് നോക്കാതെ ആ പ്രശ്നത്തിൽ നിന്ന് കണ്ണുയർത്തി പിതാവിലേക്ക് നോക്കാൻ ആ വ്യക്തി മനസ്സ് വെച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുക, അവന് സുബോധമുണ്ടായി എന്ന്. കഴിഞ്ഞ വർഷം സുബോധം നഷ്ടപ്പെട്ട അസ്വസ്ഥയുടെ വർഷമാണ് എങ്കിൽ ഇത് സുബോധത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, വിടുതലിൻ്റെ ഒരു വർഷമായി മാറുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വചനത്തിൽ ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നമുക്ക് ഉരുവിടാം. ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സിൽ ഈ നിമിഷം ആ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വചനം വീണ്ടും വീണ്ടും ഉരുവിടട്ടെ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. ഇതുവരെ ഒരു വർഷവും എഴുന്നേറ്റ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നുവെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ, ഓ എൻ്റെ ദൈവമേ, എഴുന്നേറ്റ് എൻ്റെ ജീവിതത്തെ അങ്ങയുടെ പക്കലേക്ക്, അങ്ങയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാനുള്ള ഒരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തെ അങ്ങയുടെ അടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സമൂഹത്തെ അങ്ങയുടെ അടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 15-18 അഭിഷേകം നമ്മൾ വന്ന് നിറയട്ടെ. എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ പിൻകാല അനുഭവങ്ങൾ വീണ്ടും വീണ്ടും നൊമ്പരപ്പെടുത്തുന്നുവെങ്കിൽ, അമിതമായ ദുഃഖത്തിൻ്റെ ഭാരം, ഉത്കണ്ഠയുടെ ഭാരം, ഭയത്തിൻ്റെ ബന്ധനം നമ്മെ വീണ്ടും വീണ്ടും അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, അതെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കട്ടെ. ഇരു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഒരു നിമിഷം ഉയർത്തിപ്പിടിക്കാം. ഇരു കാര്യങ്ങൾ ഒരു നിമിഷം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്പർശിക്കുന്ന സമയം. ഈ പുതുവർഷത്തിൽ പുതിയ ചിന്തകൾ, പുതിയ അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന സമയം ആഗ്രഹിക്കട്ടെ. ഉയർത്തിപ്പിടിച്ച കരങ്ങളിലൂടെ പുതിയ ആഗ്രഹങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. പുതിയ ആഗ്രഹങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാം വചനം പറയുന്നത് പോലെ, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. യേശുവിൽ ഞാൻ വസിക്കുന്നത് പറയുമ്പോൾ, യേശുവിനിൽ വസിക്കുന്നത് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുമ്പോൾ ആ വ്യക്തി യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കണം. എനിക്കെൻ്റെ യേശു നടന്ന വഴിയിലൂടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. യേശു നടന്ന വഴി പിതാവ് കൂടെയുള്ള ഒരു അനുഭവത്തിൻ്റെ വഴിയാണ്. ഇരു കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, ആ വഴിയിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമുള്ള വഴിയിലേക്ക് എൻ്റെ ജീവിതത്തെ കർത്താവ് എടുത്തു വയ്ക്കുന്ന സമയമാണ്. ദൈവമുള്ള വഴിയിലേക്ക് എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും പ്രവർത്തനങ്ങളെയും കർത്താവ് എടുത്തുയർത്തുന്ന സമയമാണ്. അവിടെ ഇരു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട്, ഓ ദൈവമേ, അപ്പസ്തോലന്മാരിലേക്ക് വന്നിറങ്ങി ഈ അഭിഷേകം ഈ സമയം ഈ പുതുവർഷത്തിൽ എനിക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വിദൂരങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചെയ്യുന്ന ഓരോ വ്യക്തിയും ഇരു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തെ ദൈവമുള്ള വഴിയിലേക്ക് എടുത്തു വയ്ക്കട്ടെ. കൂടെയുള്ള ആ അഭിഷേകത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അതിശക്തമായ നിമിഷമാണ്. ഇരു കാര്യങ്ങൾ ഉയർത്തി ഓരോ വ്യക്തിയും യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് സ്തുതിക്കട്ടെ.
യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിക്കട്ടെ. ഭാഷാവരുടെ വ്യക്തി ഭാഷാവത്തെ സ്തുതിക്കട്ടെ. ഈരികാരം ഉയർത്തിക്കൊണ്ട് സ്വരം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്വരം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്വരം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്വരം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ബല 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 അഭിഷ് 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 അഭിഷ്. ഓ ദൈവമേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാനറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. നമുക്ക് നമ്മെ തന്നെ ആശീർവദിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പരസ്പരം സ്തുതി കൊടുക്കാം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാന്തമായി നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല. യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗമാണ്. ദൈവത്തിൻ്റെ മഹത്വം ആർക്കും ദൈവം കൊടുക്കുന്നില്ല. ഈ സമയം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. കഴിഞ്ഞ നാളുകളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം കടന്നു വരുന്നത് ശാലോം പ്ലാനിംഗ് ആൻഡ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിലെ ശുശ്രൂഷകനായ ശ്രീ മാത്യു പീഡിയാണ്.